എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ പായസമാണ്. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ഒരു പായസമൊക്കെ കുടിക്കണം എന്ന് തോന്നുന്ന സമയത്ത് വീട്ടിലെ റവയുണ്ടെങ്കിൽ ഇതുപോലെ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മൾ ഈ പായസം റവ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും തന്നെ അറിയുക പോലുമില്ല. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു പായസം 6 ഗ്ലാസ് അളവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പാൽ ഇഷ്ടമല്ലാത്ത കുട്ടികൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് റവ പായസം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് റവ പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരട്ടെ. പാത്രം ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 50 ഗ്രാം അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരട്ടെ. നെയ്യ് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു പിടി കാഷ്യൂ ഒന്ന് കഴുകിയതിന് ശേഷം നെയ്യിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് കാഷ്യൂ ഒന്ന് ഇളക്കി വറുത്തെടുക്കാം. കാഷ്യൂ ഒന്ന് മൂപ്പായി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു പിടി റൈസൻസ് കൂടെ ചേർക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മുരിയിച്ച് വറുത്ത് നമുക്ക് കോരാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മുരിവായി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം മുരിവായി വന്നാൽ പിന്നെ നമുക്ക് നെയ്യിൽ നിന്നും എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ കാഷ്യൂസും റൈസിൻസും ഇതിലൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതേ നെയ്യിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി പഞ്ചസാര ഒന്ന് കാരമലായിട്ട് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അരിഞ്ഞു പോവാതിരിക്കാനായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഇപ്പോൾ മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങളെടുക്കുന്ന പാത്രം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ അലൂമിനിയം പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ഇതുപോലെ ഒരു കളറിലേക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറായി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് വരുമ്പോഴേക്കും പഞ്ചസാര ഇതുപോലെ സ്റ്റിക്കി ആയി മാറും. അതൊന്നും കുഴപ്പമില്ല. പഞ്ചസാരയും ഈ ഒരു വെള്ളം കൂടെ ചേർന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. നല്ലതുപോലെ തിളച്ചൊന്ന് ലൂസായി കിട്ടണം കേട്ടോ. അങ്ങനെ നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ലിറ്റർ പാല് തിളപ്പിച്ച് ചേർക്കാം. പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പാലിന് നല്ല പിങ്ക് കളറായി മാറിയിട്ടുണ്ട്. 1/2 ലിറ്റർ പാലിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാൻ പാല് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. ഈ പാലും ഈ ഒരു പഞ്ചസാരയും കൂടെ ചേർന്ന് നല്ലോണം തന്നെ ഒന്ന് മെൽറ്റായി വരട്ടെ. പാലിപ്പോ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. പാല് തിളച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വറുത്തിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ പാലിലേക്ക് കുറേശ്ശെ റവ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. റവ ഒറ്റടിക്ക് തന്നെ ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ആയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ആദ്യം റവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള റവയും നമുക്കിതുപോലെ തന്നെ ചേർക്കാം. വീണ്ടും ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ പായസം തയ്യാറാക്കുമ്പോൾ ഒരുപാട് റവ ചേർത്ത് എടുക്കരുത് കേട്ടോ. ഒരുപാട് റവ ചേർത്താൽ വളരെ കട്ടിയായി മാറും. അപ്പോൾ നമുക്കിത് കഴിക്കാനൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു 3 തവണകൾ കൊണ്ടാണ് ഞാൻ ഈ റവ മുഴുവനും തന്നെ പാലിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാലിന്റെ അളവാണ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാട്ടോ. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാലും ബാക്കി വെള്ളവുമാണ് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് ഈ ഒരു പായസത്തിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ച് നമുക്കിതൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഈ സമയത്ത് മധുരം പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ പായസത്തിന് ആവശ്യത്തിനുള്ള മധുരം ഉള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ റവ ഒന്ന് നല്ലോണം തന്നെ വെന്ത് കിട്ടണം. അതിനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം നല്ലോണം തന്നെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഒന്നുകൂടെ തിളച്ച് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കൈവശം മിൽക്ക് മെയ്ഡ് കണ്ടൻസ് മിൽക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ അളവിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ പായസം നല്ലതുപോലെ വെട്ടിത്തിളച്ച് നല്ല കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരമൊന്നും കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. റവ ഒന്ന് നല്ലവണ്ണം ഒരു 5 മിനിറ്റ് വെട്ടിത്തിളച്ച് വന്നാൽ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് അല്പം ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടെ ചേർക്കാം. ഏലക്കപ്പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പായസം സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ ആരും കൊതിച്ച് കഴിച്ചു പോകും രുചിയിൽ നല്ലൊരു റവ പായസം ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു പായസം തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.